ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഞങ്ങൾ പെരുമ്പളം പാലം കാണാൻ പോവാണ്. ഇവിടെ പെരുമ്പളം പാലം വന്നിട്ട് ഞങ്ങൾ ഇതുവരെയും കാണാൻ പോയിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് ഒന്നിച്ചു പോകാം. ഈ കാണുന്നത് കാട്ടുപുറം പള്ളിയാണ്. അജായിക്കയുടെ വീട്ടിൽ നിന്ന് ഈ ഒരു പാലത്തേക്ക് ഏകദേശം ഒരു 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ. ഓട്ടോയിലോ കാറിലോ അല്ലെങ്കിൽ ബൈക്കിലോ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു പാലം. കേരളത്തിലെ കായലിന് മുകളിൽ നിർമ്മിച്ച ഏറ്റവും വലിയ പാലമാണ് ഈ ഒരു പെരുമ്പളം പാലം. റെയിൻബോ ഡിസൈനുള്ള ബൗസ്ട്രിംഗ് ആർച്ചസ് ആണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പാലത്തിന്റെ 2 സൈഡിലുമായിട്ട് നമുക്ക് കാൽനട പാതയും ഉൾക്കൊള്ളുന്നുണ്ട്. ബോട്ടുകൾ കടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്പാൻ ഡിസൈനും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെരുമ്പളം എന്ന് പറയുന്നത് ഒരു ഐലൻഡ് വില്ലേജ് ആണ്. മുൻപ് യാത്രയ്ക്ക് ബോട്ട്, ജങ്കാറ് മാത്രമായിരുന്നു കേട്ടോ ഇവർ യൂസ് ചെയ്തിരുന്നത്. എമർജൻസി സമയത്ത് വലിയ പ്രശ്നങ്ങളാണ് ഇവർ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഈ ഒരു പാലം വന്നതോടെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പം മാറിയിട്ടുണ്ട്. അതായത് നേരിട്ട് റോഡ് കണക്ടിവിറ്റി തുടങ്ങി, ആംബുലൻസ്, ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒട്ടനവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഏകദേശം 100 കോടി രൂപയാണ് ചെലവായത്. ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 2019 ആ വെള്ളത്തിൽ ആ ചേട്ടൻ മീൻ പിടിക്കുവാണ്. ഈ ഒരു പാലത്തിൽ ഇപ്പം നിന്നിട്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ കാറ്റും ഒക്കെ വീശുന്നുണ്ട്. ഈ ഒരു ബ്രിഡ്ജിൽ സാറ്റർഡേ സൺഡേ ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും ഒത്തിരി ആളുകൾ വരുവേ. അതുപോലെ തന്നെ ഈ ഒരു ബ്രിഡ്ജിന്റെ എൻഡിലായിട്ട് അവിടെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. കരിക്ക്, ലൈം ജ്യൂസ്, അതിന്റെയൊക്കെ ഷോപ്പുകളുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 10:30 ആയിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ തുറന്നു കാണുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. കേരളത്തിലെ ലോങ്സ്റ്റ് ബാക്ക് വാട്ടർ ബ്രിഡ്ജ് കൂടിയാണ് കേട്ടോ ഈ ഒരു പെരുമ്പളം പാലം. അതുമാത്രമല്ല റെയിൻബോ ബ്രിഡ്ജ് എന്നും ഈ ഒരു പാലം അറിയപ്പെടുന്നുണ്ട്. എന്തോ പൊന്നെ അവിടെയുള്ള എന്ത് സാധനമാ? എന്താ ഉള്ളത് ഇവിടെ? കായലുണ്ടാ? കായുണ്ട്, വെള്ളമുണ്ട്. സൈറിന് ഇഷ്ടമായ? നല്ല കാറ്റുണ്ടല്ലോ ഇവിടെ നിന്നിട്ട്. പാച്ചുവിന് ഇഷ്ടമായി? നല്ല കാറ്റുണ്ടാ? ആപ്പൂന് ഇഷ്ടമായ ഇവിടെ? ഇനി നമുക്ക് പെരുമ്പളം ദ്വീപിലേക്കൊന്ന് പോയി നോക്കാവേ. ആ കാണുന്നതാണ് പെരുമ്പളം പാലത്തിന്റെ എൻഡ്. ഇവിടെ ഒരു ഹൗസ് ബോട്ട് കിടപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇതിന്റെ എൻഡിലായിട്ട് കുറെ ഷോപ്പുകളൊക്കെ ഉണ്ടെന്ന്. ഇപ്പൊ അതെല്ലാം ക്ലോസ്ഡ് ആണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതെല്ലാം ഓപ്പൺ ആകുകയും. അപ്പൊ ആരെങ്കിലും ഈ ഒരു ബ്രിഡ്ജ് കാണാൻ വരുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു എൻഡ് വരെ വരണം കേട്ടോ. കാരണം ഇവിടെയാണ് കുറെ ഷോപ്പുകളൊക്കെ ഉള്ളത്. അതുമാത്രമല്ല, നമ്മൾ വണ്ടിയിലൊക്കെയാണ് വരുന്നതെങ്കിൽ അതൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആ കാണുന്ന സ്ഥലത്താണ് പാർക്കിംഗ് സൗകര്യം ഉള്ളത്. ഇനിയിപ്പോ നമ്മൾ പെരുമ്പളം ദ്വീപിലേക്കാണ് കയറിയേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ബോട്ട് ജെട്ടി വരെ പോയിട്ട് വരാവേ. ഞങ്ങൾ നേരത്തെ ഈ ഒരു ദ്വീപില് ആരുടെങ്കിലും കല്യാണത്തിനൊക്കെ വരുമ്പം ബോട്ടും ജങ്കാറും ഒക്കെ കയറിയാണ് വന്നോണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ബോട്ട് ജെട്ടി വരെയും പോയി നോക്കാം.
ഇവിടുത്തെ അമ്പലത്തില് ഉത്സവമാണ്. ഇതേ അവിടെ ഒരു ആന പോകുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഈ കാണുന്ന ബിൽഡിംഗ് ഇവിടുത്തെ ഹോസ്പിറ്റലാണ്. നമ്മളിപ്പം ബോട്ട് ജെട്ടി എത്താറായിട്ടുണ്ട്. ഇത് ആ ദൂരത്ത് കാണുന്നതാണ് ബോട്ട് ജെട്ടി. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബോട്ട് ജെട്ടി. ഇവിടെ ഇപ്പൊ വന്ന് നിന്നിട്ട് നല്ല തണലുണ്ട്, നല്ല തണുത്ത കാറ്റും ഒക്കെ വീശുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കായലിന്റെ അടുത്തായത് കൊണ്ടായിരിക്കും നല്ല തണുപ്പ്. ഇവിടെയാണ് ബോട്ടും ജങ്കാറും ഒക്കെ വന്നിരുന്നത്. ഈ ഒരു ബ്രിഡ്ജ് വന്നതിന് ശേഷം ആ ഒരു ജങ്കാർ സർവീസ് നിർത്തിയിട്ടുണ്ട്. എന്ത് സാധനമാണ് കഴിക്കുന്നത്? ഐസ്ക്രീം ആണോ? ടേസ്റ്റ് ഉണ്ടാ? പുളിയാണോ മധുരമാണോ? മധുരവാ? അടിപൊളിയാണോ? എനിക്ക് ഇച്ചിരി തരുവാ? എനിക്ക് വേണ്ട, കൊച്ചു കഴിച്ചോട്ടാ. ഈ കാണുന്നത് ബോട്ടിന്റെയും ജങ്കാറിന്റെയും ഒക്കെ ടൈമാണ് കൊടുത്തിരുന്നത്. അതായത് പാതിരാത്രി ഒന്നും ഇവിടെ ബോട്ടും ജങ്കാറും ഒന്നും ഇല്ല. മാക്സിമം ബോട്ടാണെങ്കിൽ 9:45 വരെ ഉണ്ട്, ജങ്കാർ ആണെങ്കിൽ 8:40 വരെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇപ്പൊ ആ ഒരു ജങ്കാർ സർവീസ് ഇല്ല, ബോട്ട് സർവീസ് മാത്രമേ ഉള്ളേ. ഇതില് കുറെ മീനുകളെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു മീനുകളാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴും കാണാവേ പെരുമ്പളം ബ്രിഡ്ജ്. നമ്മൾ ആ ഒരു റൂട്ടാണ് വന്നത്. ഈ കാണുന്നത് ജെല്ലി ഫിഷ് ആണ്. ഇപ്പുറത്തും ഉണ്ട് ഒരെണ്ണം കൂടി. കുട്ടികൾക്കൊക്കെ ഐസ്ക്രീമാണ് വാങ്ങിച്ചു കൊടുത്തത്. ഞങ്ങൾ വലിയവർക്ക് കുറച്ച് സർബത്തുമാണ് വാങ്ങിച്ചത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു സർബത്ത് കുടിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇതിന്റെ ഇടക്കൂടി സൂചിമീൻ പോകുന്നുണ്ട്. ചുണ്ടിങ്ങനെ നീണ്ടൊരു മീനില്ലേ, അതിനത് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ സൂചിമീൻ എന്നാണ് പറയുന്നത്.
അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അവിടെ നിന്നൊരു ബോട്ട് വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഒരു പാലം എന്ന് പറയുന്നത് വെറും ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ മാത്രമല്ല, അതായത് ഒരു ഗ്രാമത്തിന്റെ ജീവിതം തന്നെ മാറ്റാൻ കഴിയുമല്ലേ. ഈ ഒരു പെരുമ്പളം പാലം അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടിയാണേ. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. അപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. അതുവഴി ഒരു സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്. ഇതിപ്പം പുതിയതായിട്ട് തുടങ്ങിയതാണോ ഈ ഒരു സ്പീഡ് ബോട്ടും ഹൗസ് ബോട്ടും എന്നെനിക്കറിയില്ല. അതോ ഇത് പണ്ടുണ്ടായിരുന്നതാണോ എന്നും എനിക്കറിയില്ല കേട്ടാ. ഇപ്പം ഞങ്ങൾ അജായിക്കയുടെ വീട്ടിൽ നിന്ന് ഞാനും മോളും ഇക്കായും കൂടെ ആലപ്പുഴയ്ക്ക് പോവുകയാണേ. എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ ഈ ഒരു ഫ്ലൈ ഓവറിന്റെ കൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നത്. കുറച്ച് സ്ഥലത്ത് തീർന്നിട്ടുണ്ട്, കുറച്ച് സ്ഥലത്ത് തീർന്നിട്ടില്ല. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു റോഡിന്റെ കൺസ്ട്രക്ഷൻ. തീർന്ന സ്ഥലമൊക്കെ നല്ല സൂപ്പർ റോഡായിട്ടുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് കരിക്ക് വാങ്ങാൻ ഇറങ്ങിയതാണേ. റോഡ് സൈഡിലായിട്ട് തന്നെ കുറേ ഷോപ്പുകളുണ്ട് കരിക്കിനും കരിമ്പിൻ ജ്യൂസിനും ഒക്കെ ആയിട്ട്. എൻ്റെ വീടപ്പം എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് എൻ്റെ വീട്. 2 വർഷമായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഉമ്മിച്ചി ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ മാങ്ങാച്ചാറും ആണ് ഉള്ളത്. ഉമ്മിച്ചി എല്ലാം എടുത്ത് കാണിക്കുവാണേ. അവളുടെ കളി സാധനങ്ങളെല്ലാം എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു ബീഫ് ഫ്രൈയും ബീഫ് കറിയും എനിക്ക് എൻ്റെ ഉമ്മിച്ചി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു കറിക്കും ആ ഒരു ബീഫ് ഫ്രൈക്കും. അപ്പം ഇനി ഉമ്മിച്ചി അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ചെയ്യാവേ. എൻ്റെ ഉമ്മിച്ചിക്ക് കൃഷികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വീട്ടിൽ തന്നെ പിടിച്ച പീച്ചിങ്ങയാണ് ഈ കാണുന്നത്. ഇപ്പം വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ആലപ്പുഴ ബീച്ചിലേക്ക് പോവുകയാണേ. ആലപ്പുഴ ബീച്ചിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 20-25 മിനിറ്റേ ഉള്ളൂ കേട്ടോ വണ്ടിയിൽ പോകാനായിട്ട്. ഈ കാണുന്നത് നാൽപ്പാലമാണേ. ഇതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നല്ല ബ്ലോക്കാണ്. അപ്പം നമുക്ക് വേറെ വഴിയെടുത്ത് പോവാം. ഇപ്പൊ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലെത്തിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നേ വരുന്ന വഴിക്ക്. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല പാടായിരുന്നു. അപ്പൊ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് നടന്നാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് തോന്നുന്നു ബീച്ചിൽ കുറെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പം വെക്കേഷൻ ടൈമും കൂടിയായതുകൊണ്ടായിരിക്കും ഇത്ര തിരക്ക്. ആ ഒരു വശത്താണ് ഫെസ്റ്റ് നടക്കുന്നത്. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോണില്ല, കാരണം ആ ഒരു ഭാഗത്തേക്ക് നല്ല തിരക്കുണ്ടേ.
നല്ല കാറ്റ് വീശുന്നുണ്ട് ഈ ഒരു സൈഡിലേക്ക് വന്നിട്ട്. ദേ അവർ ആ ഒരു വലയിൽ നിന്ന് മീൻ എടുക്കുവാണേ. മത്തിയാണ് കേട്ടോ അതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നത്. മോളാണേലും 2 വർഷമായിട്ട് ബീച്ചിലൊക്കെ പോയിട്ട്. ജർമ്മനിയിൽ ഞങ്ങളുടെ അടുത്തങ്ങനെ ബീച്ചൊന്നുമില്ല. പാർക്കുകളുണ്ട് ഇങ്ങനത്തെ മണ്ണിട്ടേക്കുന്ന. ആ പാർക്കുകളിൽ ഞാൻ അവളെയും കൊണ്ട് പോകാറുണ്ട്. പിന്നെ ബീച്ചിൽ ഇപ്പം 2 വർഷത്തിന് ശേഷമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് അവിടെ മണ്ണിൽ കളിക്കുവാണേ. എൻ്റെ ബ്രദർ അപ്പം ഡ്രോൺ പറത്തുവാണ്. ഇതെൻ്റെ ബ്രദർ, മറ്റേത് എൻ്റെ വാപ്പിയുമാണ്. അപ്പം എൻ്റെ ബ്രദറിനൊരു യൂട്യൂബ് ചാനലുണ്ട്, വാച്ച് ആൻഡ് ഗ്രാസ്പ് എന്നാണ് പേര്. അപ്പം അതിനകത്ത് കുറേ നല്ല വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളപ്പം പ്ലാൻ ചെയ്തേക്കുന്നത് കുറച്ചു നേരം നമുക്ക് മണ്ണിലൊക്കെ കളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങാമെന്നാണ്. കാരണം വെള്ളത്തിൽ ഫസ്റ്റ് ലൈൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ പറ്റില്ല, ഫുള്ള് മണ്ണാകും. അപ്പം ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, വെള്ളത്തിൽ ലാസ്റ്റ് ആയിരിക്കും ഇറങ്ങുന്നത് കളിക്കാൻ. ആ ദൂരത്ത് കാണുന്നത് ആലപ്പുഴയുടെ കടൽപ്പാലമാണ്. അതിൻ്റെ കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ അവിടെ. കുറേ പോർഷനൊക്കെ ദ്രവിച്ചു പോയേ. ഇപ്പം മണ്ണിലൊക്കെ കളിച്ചു കഴിഞ്ഞു. ഇപ്പം ഞാനും മോളും കൂടി വെള്ളത്തിൽ ഇറങ്ങുവാണേ. ഇപ്പൊ രാത്രി ആയിട്ടുണ്ടേ. ഇപ്പോഴും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ബീച്ചില്. ഈ ഒരു രാത്രി ടൈമിലൊക്കെ ഇവിടെ വരാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുളക് ബജിയും കോളിഫ്ലവർ ബജിയൊക്കെ വാങ്ങിച്ച് കഴിക്കുവാണേ. ഇതിന്റെ ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഈ ഒരു ബീച്ചിൽ ഈ ഒരു മരങ്ങളൊക്കെ ഉള്ള ഈ ഒരു സ്ഥലത്തായിട്ട് ഒരു പാർക്ക് പോലെ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഷോപ്പുകളും ഒക്കെ ഉണ്ട്. ഇനിയിപ്പം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വ്ളോഗുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.